മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും സ്വർണ്ണവില അപ്രതീക്ഷിതമായി ബലഹീനത കാണിക്കുകയാണ്. യുഎസ് ഡോളറിന്റെ സമീപകാല ശക്തി സ്വർണത്തിനും ഒരു പ്രധാന ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സ്വർണം വിൽക്കാനായി കാത്തിരിക്കുന്നവർ നിരാശരാവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും സ്വർണ്ണവില അപ്രതീക്ഷിതമായ ബലഹീനതയാണ് കാണിക്കുന്നത്. യുഎസ് ഡോളറിന്റെ സമീപകാല ശക്തി വിലയേറിയ ലോഹങ്ങൾക്ക് ഒരു പ്രധാന ഭീഷണിയായി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്വർണത്തിന്. അതേസമയം ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം സാധാരണയായി സ്വർണത്തിന്റെ ആവശ്യകതയെയാണ് പിന്തുണയ്ക്കാറുള്ളത്. എന്നാൽ സമീപകാല വില നിലവാരം യുഎസ് ഡോളറിന്റെ ശക്തിയുമായി കൂടുതൽ കൂടിച്ചേർന്നിരിക്കുന്നു എന്നാണ് തന്ത്രജ്ഞർ പറയുന്നത്. നിലവിൽ സ്വർണ്ണവിലയെ ഒരേ സമയം സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളാണുള്ളത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കലും കറൻസി ചലനങ്ങളും ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കും വിപണിയിലെ ലിക്വിഡിറ്റി അവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഇതിൽ ഉൾപ്പെടും. അടുത്തിടെ സ്വർണം വിറ്റഴിച്ചത് നിക്ഷേപകർ വിപണി സമ്മർദ്ദത്തിന്റെ കാലഘട്ടത്തിൽ പണം സ്വരൂപിക്കുന്നതിനെ പ്രതിഫലിപ്പിച്ചേക്കാം. എന്നാൽ ഇത് വികാരത്തിൽ അടിസ്ഥാനപരമായ മാറ്റമല്ല എന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ സ്വർണത്തിന്റെ മോശം പ്രകടനം താൽക്കാലികമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ കരുതുന്നത്. അടുത്തിടെയുള്ള വിൽപ്പന മിക്കവാറും ലിക്വിഡിറ്റിയുടെ ആവശ്യകത മൂലമായിരിക്കാം. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഉയർന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സ്വർണം ഔൺസിന് $5,700 എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബാങ്കിന്റെ വിദേശ നാണയ തന്ത്രജ്ഞർ കറൻസിയിൽ ഹ്രസ്വകാല അസ്ഥിരതയാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോള മാക്രോ ഊർജ്ജ വിപണി ചലനാത്മകതയെ ആശ്രയിച്ച് രണ്ട് ദിശകളിലുമുള്ള അപകട സാധ്യതകളുണ്ടാക്കും. അതേസമയം മിഡിൽ ഈസ്റ്റിലെ എണ്ണയുമായി ബന്ധപ്പെട്ട വരുമാന പ്രവാഹങ്ങളിൽ നിന്ന് സ്വർണത്തിന്റെ ആവശ്യകതയ്ക്ക് പിന്തുണയും ലഭിച്ചേക്കാം. ഉയർന്ന ഊർജ്ജ വിലകൾ പ്രാദേശിക സർക്കാർ ധനകാര്യത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് വിദഗ്ധരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.